പമ്പ ഗണപതി ഭഗവാൻ ഇരിക്കുന്ന ഗൗണ്ടൻ മലയിൽ വരെ എത്തുന്ന ഏകദേശം 30 കിലോമീറ്റർ അധികം വരുന്ന ഈ ദൂരത്ത് ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള ഒരു സേവനം അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കുടിവെള്ള യൂണിറ്റ് പോലുമില്ല. ഇതെന്താഗോള സംഘമായി ഇവർ നടത്തുന്നത്? ഇത് ശരിക്കും ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടുന്നതാണ്. വിശ്വാസികളെ പറ്റിക്കുന്ന ഏർപ്പാടുകളാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഫാമിലിയിൽ എരുമേലിയുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പ്രൊപ്പോസ്ഡ് എരുമേലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ എന്തോ താല്പര്യമുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് 50,000 പേരെ പെർ ഡേ പരിമിതപ്പെടുത്താൻ പോവുക എന്നാണ് ഒരു വാർത്ത കേൾക്കുന്നത്. ഇതെല്ലാം പണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു വലിയ ഒരു തർക്കം നടന്നത് ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കുറേ വർഷം പുറയിലോട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അന്ന് 365 ദിവസം ശബരിമല നട തുറന്നിരിക്കണമെന്ന് പറഞ്ഞ ഒരു അജണ്ട അന്നത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉന്നയിച്ചായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അന്ന് വലിയ തർക്കം നടന്നു. അപ്പം ഇതാണ് മനസ്സിലുള്ളത്, ഇതൊക്കെയാണ് ഈ മനസ്സിലിരിപ്പ്. ഇതൊന്നും ശബരിമല പൂങ്കാവനത്തിൽ ചിലവാകുകയില്ല, ശബരിമലയിൽ ചിലവാകുകയില്ല. ദുഷ്ട മനസ്സോട് കൂടിയിട്ട് അയ്യപ്പ ഭഗവാന്റെ ഈ 18 മലകളിൽ ശബരിമലയിൽ സമീപിച്ചാൽ അതിൻ്റെ തിരിച്ചടി, അതിൻ്റെ തിക്താനുഭവം CPM-നും കേരള ഗവൺമെൻറ്റിനും ഉണ്ടാവും. അത് കിട്ടിയ തിരിച്ചടികൾ അതവർക്കും പോരാ. അത് അവർ മുന്നോട്ട് പോകട്ടെ, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.